5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിലമ്പൂർ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് മറ്റൊരു തരത്തിലേക്ക് നമ്മുടെ സാമൂഹിക സാംസ്കാരിക നായകർക്ക് വലിയൊരു ഇടം അവരുണ്ടാക്കിയെടുത്തത്. സാംസ്കാരിക നായകർ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ KR മീരയെ പോലുള്ളവർ, വൈശാഖൻ, അതുപോലെ തന്നെ നമ്മുടെ അശോകൻ ചെരുവിൽ, അങ്ങനെ തുടങ്ങിയ ഒരു സംഘം ആളുകൾ, 10-50ഓളം ആളുകൾ സ്വരാജിന് വേണ്ടി പോയി പ്രവർത്തിച്ചായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ച് ഒക്കെ വന്നപ്പോൾ KR മീര മുകുന്ദനും അഭിപ്രായം പറഞ്ഞു, സ്വരാജിൻ്റെ പ്രസംഗങ്ങൾ വളരെ പ്രധാനമാണ്, സ്വരാജ് ഇല്ലെങ്കിൽ കേരള നിയമസഭയ്ക്ക് ഒരു കുറവായി പോകുമെന്നൊക്കെ പറഞ്ഞ് മുകുന്ദനും പ്രസംഗിച്ചെങ്കിലും മുകുന്ദൻ പക്ഷെ അങ്ങോട്ട് പോയി പറഞ്ഞതായിട്ട് കാണുന്നില്ല. പക്ഷേ KR മീര അവിടെ പോയി. അതിനുശേഷം കഴിഞ്ഞ ദിവസം KR മീര സീതാറാം യെച്ചൂരിയെക്കുറിച്ചൊരു പുസ്തകം പ്രകാശനത്തിന് പോയി. അവിടെ വെച്ച് KR മീര പറയുകയുണ്ടായി, ജനാധിപത്യത്തിൽ ഈ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പക്ഷം പിടിച്ചു കഴിഞ്ഞാൽ വലിയ ആക്ഷേപം വരുന്നു എന്ന് പറയുന്നു, വലിയ വിമർശനം വരുന്നു എന്ന് പറയുന്നു. പ്രിയപ്പെട്ട KR മീര, ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഒരു ഡിസൻറ്റ് നോട്ടാണ്, അല്ലാതെ പോസിറ്റീവ് നോട്ടുകളല്ല. നെഗറ്റീവ് നോട്ടുകളാണ്, ചലഞ്ചിങ് നോട്ടുകളാണ്, ഡിസൻറ്റ് നോട്ടുകളാണ്. വിയോജിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് ജനാധിപത്യം, അല്ല യോജിക്കാനുള്ളതല്ല. യോജിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും അല്ല, മിണ്ടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല. എന്തുകൊണ്ട് KR മീരെ താങ്കളെയും അല്ലെങ്കിൽ താങ്കളെ പോലുള്ളവരും ഇത്രമാത്രം ഒരു പോസ്റ്റ് ഇട്ടാൽ താങ്കൾക്ക് ആ പോസ്റ്റിന് താഴെ ഇത്രമാത്രം വിമർശനം വരുന്നത് എന്തുകൊണ്ടാണ്? അത് കോൺഗ്രസ്സുകാരോ BJPക്കാരോ മാത്രമല്ല വിമർശിക്കുന്നത്, വളരെ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരും താങ്കളെ വിമർശിക്കും. എന്തുകൊണ്ടെന്നാൽ താങ്കളുടെ എഴുത്തുകൾക്കപ്പുറം ഒരു സാമൂഹ്യ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, സാംസ്കാരിക നായകനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ നടക്കുന്ന ദുഷ്ചെയ്തികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കണം. അങ്ങനെ ശക്തമായി പ്രതികരിക്കുന്നവർക്കെതിരെ വർത്തമാനം പറയാൻ ആളുണ്ടാവില്ല, അവർക്കെതിരെ ജനാധിപത്യപരമായ എതിർപ്പുണ്ടാവില്ല. അതേസമയം ഒരു ബയാസ്ഡായി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രം പറയുകയും ആ സമയത്ത് മാത്രം ഉദയം ചെയ്യുകയും ബാക്കി കാര്യം ചോദിച്ചാൽ ബാക്കി സമയത്തെല്ലാം തിരക്ക് പിടിച്ച് നോവലും കഥയും ഒക്കെ എഴുതി നടക്കുകയും ആ സമയത്ത് ഒരു ഇലക്ഷൻ സമയത്ത് മാത്രം പ്രത്യക്ഷപ്പെടുകയും ഒരു പർട്ടിക്കുലർ പാർട്ടിയുടെ ആളിന് തന്നെ വോട്ട് ചെയ്യണമെന്ന് പറയുകയും, അതിപ്പോൾ കോൺഗ്രസ്സിന് പോയെങ്കിലും ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്ന് നിങ്ങൾക്ക് നന്നായി വിമർശനം കിട്ടുമായിരുന്നു. നിങ്ങൾ BJPക്ക് വേണ്ടി പോയിരുന്നെങ്കിൽ 2 ഹാൻഡിലുകളിൽ നിന്ന് കിട്ടുമായിരുന്നു, നിങ്ങൾക്ക് ഇപ്പുറത്ത് 2 കിട്ടും. അപ്പുറത്ത് പോയാൽ ഏത് പാർട്ടിക്ക് വേണ്ടി പോയാലും 3 പാർട്ടികളിവിടെ ഉള്ള സാഹചര്യത്തിൽ, പ്രധാനപ്പെട്ട 3 പാർട്ടികളുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഏത് പക്ഷത്തിന് പോയാലും മറ്റ് 2 ഹാൻഡിലുകളിൽ നിന്ന് ആദ്യം നിശ്ചിതമായ വിമർശനം ഉണ്ടാവും. പക്ഷേ ആ വിമർശനത്തെ നിങ്ങൾക്ക് പ്രതിരോധിക്കാമായിരുന്നു. നിങ്ങളിവിടെ മധുമാര് മരിക്കുമ്പോഴും, അതുപോലെ അമ്മേനെ സ്ത്രീകളെ പീഡിപ്പിക്കുമ്പോഴും, ഇവിടെ പോക്സോ കേസ് ഉണ്ടാക്കുമ്പോഴും, ഇവിടെ അനാവശ്യമായ പോലീസ് സ്റ്റേഷൻ കേസ് ഉണ്ടാകുമ്പോഴും, പട്ടികവർഗ്ഗക്കാരെ തല്ലുമ്പോഴും, ആശാ വർക്കേഴ്സ് സമരം ചെയ്യുമ്പോൾ ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും, അതുപോലെ ഗ്രോവാസുവിൻ്റെ നേതൃത്വത്തിലുള്ള അടക്കമുള്ളവർ ആദിവാസികൾ എങ്കമണ്ണ് എങ്കൾക്കെന്ന് പറഞ്ഞ് നിലമ്പൂരിൽ സമരം ചെയ്യുമ്പോൾ അവിടെയും കൂടി ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം മീരമാർ. കാരണം നിങ്ങളുടെ എഴുത്ത്, നിങ്ങളുടെ വായന, നിങ്ങളുടെ പ്രഭാഷണം, നിങ്ങളുടെ ശബ്ദം സമൂഹം കേൾക്കുന്നത് മാറ്റത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇങ്ങനെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വരാജിനെ പോയി സഹായിക്കുമ്പോൾ യഥാർത്ഥ ഇടതുപക്ഷമായി ഈ സംവിധാനം നിൽക്കുന്നുണ്ടോ എന്നുകൂടി ആലോചിച്ചുകൊണ്ട് വേണം. യഥാർത്ഥ ഇടതുപക്ഷമാണെങ്കിൽ 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറിൽ ആശാസമരം തീർക്കുമല്ലോ. നിങ്ങളൊരു പ്രസ്താവന ഇറക്കാത്തന്തേ? സ്വരാജിന് വേണ്ടിയിട്ടൊരു പ്രസ്താവന ഇറക്കാത്തന്തേ? ഇപ്പോഴെങ്കിലും ഒരു പ്രസ്താവന ഇറക്കാത്തന്തേ? ആശാസമരം ഒത്തുതീർപ്പാക്കണം, അതിൽ ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണമെന്ന് നിങ്ങൾ ഒരു വാക്കൊരു സ്ത്രീ എന്നുള്ള നിലയിൽ പറയാത്തതെന്തേ? ഞാൻ കണ്ടില്ല, പറഞ്ഞെങ്കിൽ സന്തോഷം, എങ്കിൽ നമുക്കത് സോഷ്യൽ ഹാൻഡിലുകളിൽ ഇടുക. എന്തായാലും അത് കേട്ടില്ല. അതുപോലെ ഓരോ വിഷയങ്ങൾ എടുത്ത് നോക്കും. ഇവിടെ എന്തുമാത്രം സാമൂഹ്യ വിഷയങ്ങളാണ് ഉണ്ടാകുന്നത്, ഈ രാജ്യത്തുണ്ടാകുന്നത്, ഇപ്പോൾ സൂംബയെ സംബന്ധിച്ച് വന്നിട്ടുള്ള. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ പോസിറ്റീവും നെഗറ്റീവുമായ വിഷയങ്ങൾ വരുമ്പോൾ മീരയെപ്പോലുള്ള KR മീരയെപ്പോലുള്ള സാഹിത്യ പ്രതിഭകൾ അഭിപ്രായം പറയാതിരിക്കുമ്പോൾ, ഒരു ഇലക്ഷന് വേണ്ടി മാത്രം വന്ന് ഒരു പർട്ടിക്കുലർ കാൻഡിഡേറ്റിന് വേണ്ടി മാത്രം പറയുമ്പോൾ സ്വാഭാവികമായി ഡിസൻറ്റ് നോട്ടുകൾ കൂടി പ്രതീക്ഷിച്ചോളുക. ആളുകൾ പ്രതിഷേധിക്കും, അവർ ഒപ്പോസ് ചെയ്യും. അതിൽ നിങ്ങൾ പരിഭവിക്കരുത്. ഭാഷ കൊണ്ട് നിങ്ങളെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾ കേസ് വല്ലതും കൊടുത്തോളൂ, അല്ലെങ്കിൽ ഏത് തരത്തിൽ നിങ്ങളെ വ്യക്തിപരമായ കുടുംബപരമായ ആക്ഷേപിക്കുകയാണെങ്കിൽ അല്ലാതെ വരുന്ന നോട്ടുകളെ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നത് ശരിയല്ല. ഇങ്ങനെ വിയോജിക്കുവാനുള്ള കുറിപ്പാണ് ജനാധിപത്യത്തിൻ്റെ ബേസ് എന്ന് നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കുക. അതുകൊണ്ട് ഇത് ജനങ്ങൾ തുടരും, അവർ നിഷ്പക്ഷവാദികളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും തുടരും. മുൾമുന വച്ച് വരുന്നത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ശ്രദ്ധിച്ചോളൂ. അല്ലാതെ വരുന്ന ഒരു ഡിസൻറ്റ് നോട്ടിനെയും ഡിസൻറ്റ് പോയിന്റിനെയും അല്ലെങ്കിൽ എതിർക്കപ്പെടുന്ന വിയോജനക്കുറിപ്പ് വരുന്ന വിയോജിക്കുന്ന ഒന്നിനെയും പ്രതികരിക്കരുത്. കാരണം അതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി. നമ്മളൊരു കാര്യം പറയുമ്പോൾ മറ്റൊരാൾ അതിനെ വിമർശനാത്മകമായി സമീപിച്ചുകൊണ്ട് അതിലെ ഒരു അഭിപ്രായം കൂടി കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ അഭിപ്രായത്തിനൊരു ബലമുണ്ടാകുന്നത്. തീർച്ചയായിട്ടും സുകുമാർ അഴീക്കോടും അതുപോലെ തന്നെ MT വാസുദേവൻ നായരും അങ്ങനെയുള്ള വലിയ വലിയ
മഹാരഥന്മാർ കളമൊഴിഞ്ഞ് സുഗതർമ്മ ടീച്ചറിനെയൊക്കെ, നിങ്ങളൊരു വനിതയല്ലേ, സുഗതർമ്മ ടീച്ചറിനെയൊക്കെ നോക്കൂ, എത്ര നഖശിഖാന്തമാണ് ഈ കാണുന്ന തെറ്റുകൾക്കെതിരെ അവർ പ്രതികരിച്ചിരുന്നത്. അത് പക്ഷേ അവരെല്ലാം പോയില്ലേ. അപ്പോഴും നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ ഭരണകൂടങ്ങളുടെ ഭാഗമായി നിന്ന് അല്ലെങ്കിൽ ഭരണകക്ഷികളുടെ ഭാഗമായി നിന്ന് വർത്തമാനം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് നിങ്ങളോടൊരു അരോചകം തോന്നും, ഒരു അതൃപ്തി തോന്നും. അവർ അത് പുതിയ രൂപത്തിൽ, പല രൂപത്തിൽ, നോട്ടുകളുടെയും കമൻറ്റുകളുടെയും ഒക്കെ രൂപത്തിൽ അവർ പ്രകടിപ്പിക്കും. ജനാധിപത്യത്തിൻ്റെ ശക്തി ഡിസൻ്റ് നോട്ടുകളാണ്, വിയോജന കുറിപ്പുകളാണെന്ന് പ്രിയപ്പെട്ട കഥാകാരി അറിഞ്ഞിരിക്കണം.